ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, റിലേഷൻഷിപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വളരെയധികം മൂല്യമുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത്, സ്നേഹിക്കുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളായിരിക്കും, അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ആ റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ അവരതേപടി മനസ്സിൽ വയ്ക്കാറുണ്ട്. അത് സന്തോഷം നൽകുന്നതാണെങ്കിൽ അവർക്ക് അത് മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നല്ലൊരു ഓർമ്മയായിട്ടൊക്കെ അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത്, അതായത് നമ്മൾ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന സെന്റൻസ് അല്ലെങ്കിൽ വേർഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ അവരെ നമ്മളിലേക്ക് കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയാനായിട്ട് കഴിയും, അത് വേർഡ്സിലൂടെ നമ്മുടെ സ്നേഹം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് കൂടിയാണ്. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒന്നാമതായിട്ട് അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐ അപ്രീഷിയേറ്റ് യു സോ മച്ച് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദനങ്ങൾക്ക് വളരെയധികം മൂല്യമുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ട് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്ത ഏതെങ്കിലും കാര്യം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്കത് പറയാം. മാത്രമല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡെയിലി നമ്മൾ അവരെ എന്തെങ്കിലും കാര്യം കൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അത് അവരും നിങ്ങളുമായിട്ടുള്ള ഒരു ഇന്റിമസി കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. സോ അതിലൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഈ ഒരു സെന്റൻസ് നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഐ അപ്രീഷിയേറ്റ് യു സോ മച്ച് എന്നുള്ളതാണ്. ഈ ഒരു സെന്റൻസ് ഇടയ്ക്കൊക്കെ അവരോടൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് യു മേക്ക് മൈ ലൈഫ് ബെറ്റർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എൻ്റെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആകാനായിട്ട് സഹായിച്ചു, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പിയാണ് എന്നുള്ളത് കാണിക്കാനാണ്. അതായത് അവരുടെ ലൈഫിലേക്ക് നമ്മൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ആ പേഴ്സൺ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി മനോഹരമായിട്ട് എൻ്റെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആ ഒരു കാര്യം പറയാനൊക്കെ നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അവരത് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്കൊരു പശ്ചാത്താപം തോന്നില്ല, ഇവരെ പ്രണയിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ മാരേജ് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു തോന്നൽ അവരുടെ മനസ്സിൽ വരില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് സന്തോഷം നൽകും എന്നുള്ളതേ ഉള്ളൂ, ഒരിക്കലും ദുഃഖമായിട്ടൊന്നും വരുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ, അതായത് യു മേക്ക് മൈ ലൈഫ് ബെറ്റർ എന്നൊക്കെ അവരോട് പറയുകയാണെങ്കിൽ, അത് അവർക്ക് കുറച്ചുകൂടി സന്തോഷം നൽകുന്ന, നിങ്ങൾക്കിടയിലുള്ള റിലേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഐ എം സ്റ്റിൽ സോ അട്രാക്റ്റഡ് ടു യു എന്നുള്ളതാണ്. ഇപ്പൊ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 മാസമൊക്കെ ചിലപ്പോൾ അവരോടുള്ള അട്രാക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവരോടുള്ള ആ അട്രാക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം, അതേപോലെ തന്നെ നമ്മളോട് തിരിച്ചും അവർ അട്രാക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പറയുന്നതിലൂടെ, അതായത് ഞാനിപ്പോഴും നിന്നോടുള്ള അട്രാക്ഷൻ എനിക്കുണ്ട്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് സന്തോഷം തോന്നുക ചെയ്യുക. മീൻസ് നമ്മൾ അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നീ അല്ലാതെ മറ്റൊരാൾ എൻ്റെ ലൈഫിൽ ഇല്ല എന്നുള്ളതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ വേറെ ആരെയും പ്രണയിക്കുന്നില്ല, നിന്നെയാണ് പ്രണയിക്കുന്നത്, നിന്നോടാണ് എനിക്ക് ഇപ്പോഴും അട്രാക്ഷൻ ഉള്ളതെന്നാണ് നമ്മൾ ഈ ഒരു സെന്റൻസിലൂടെയൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് ഐ എം സ്റ്റിൽ സോ അട്രാക്റ്റഡ് ടു യു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാനായിട്ട് ശ്രമിക്കാം. ഇനി നാലാമത്തെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഐ ലവ് അവർ ടൈം ടുഗദർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയം എത്രത്തോളം മനോഹരമാണ്, അതിന് എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെന്റൻസിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതായത് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് കാണുന്ന ആളുകളൊക്കെ ആയിരിക്കാം, എപ്പോഴും ഒരുമിച്ചിരിക്കണം പറ്റാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം. സോ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവരെ കാണുമ്പോൾ നിങ്ങൾ അത്രയും ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും പിന്നീട് അങ്ങോട്ട് നിങ്ങളെ മീറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെന്റൻസ് പറയുന്നതിലൂടെ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും നെക്സ്റ്റ് ടൈം കാണണം എന്നുള്ള ആഗ്രഹം, ആകാംക്ഷയും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട്
ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു സെന്റൻസും അവരോട് എപ്പോഴെങ്കിലുമൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ഓഫ് യു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട്, പക്ഷെ റിലേഷൻഷിപ്പിൽ അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കേൾക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒന്നെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു, അതായത് വളരെയധികം അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അവർ കാരണം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്, അവർ കൂടെ ഉള്ളതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു സെന്റൻസിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൂടെ ഉള്ളത് കൊണ്ട് ആൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കണം, അല്ലെങ്കിൽ അവർക്കതൊരു അഭിമാനമോ ഒക്കെ ആയിട്ട് മാറണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മാത്രമല്ല നമ്മളിവിടെ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്. സോ ഇത്തരത്തിൽ ഐ എം പ്രൗഡ് ഓഫ് യു എന്നുള്ളൊരു സെന്റൻസ് പറയാനായിട്ട് ശ്രമിക്കുക. ഇത് അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ആറാമത്തെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഐ കാൻറ്റ് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു എന്നുള്ളതാണ്. അതായത് നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രണയിക്കുന്ന സമയത്തൊക്കെ പറയുന്നതാണ്. അതായത് നിങ്ങൾക്ക് പ്രണയിക്കുന്ന ആളാണെങ്കിലും മാരേജ് കഴിഞ്ഞ ആളുകളാണെങ്കിലും ഒരേപോലെ നമുക്ക് ഈ കാര്യം പറയാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പൊതുവേ പറയാറുള്ളത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ടൈമിലൊക്കെ പറയാറുണ്ട്. അതല്ലെങ്കിൽ ഒരുപാട് സ്നേഹമായിരിക്കുന്ന സമയത്തൊക്കെയാണ് ഒട്ടുമിക്ക ആളുകളും പറയാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെന്റൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയാം എന്നുള്ളതാണ്. ഒരുപാടൊന്നും അവരുടെ പിന്നാലെ പോകരുത്. പകരം ഇത്തരത്തിൽ ചെറിയ ചെറിയ സെന്റൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആ വ്യക്തിയുമായിട്ട് ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒന്നുമില്ല, അതായത് അവരാണ് നിങ്ങളുടെ എല്ലാം എന്നുള്ളത് നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോഴും അവിടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ നടക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൂടും എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒരുപാട് അവരുടെ പുറകെ പോകരുതെന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ബെഗ് ചെയ്ത് പോകാൻ നിൽക്കരുത്. പക്ഷേ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടണം എന്നുള്ളതാണ്. അതേസമയം അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് നിൽക്കാൻ പോലും തയ്യാറാവില്ല. എങ്ങനെയെങ്കിലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണമെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. കാരണം സ്നേഹം എവിടെയുള്ളത് അവിടെ ബന്ധങ്ങൾക്ക് ദൃഢത കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സ്നേഹം അവരോട് കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സ്നേഹം കാണിക്കേണ്ടത് എന്ന് അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി മാത്രം യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി, അവർക്ക് ഒരുപാട് സന്തോഷമാകും എന്നുള്ളതാണ്. മാത്രമല്ല രണ്ടുപേരുടെയും സന്തോഷമാണ് ഒരു റിലേഷൻഷിപ്പിന്റെ വിജയം എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാനോ കാണുമ്പോൾ സംസാരിക്കാനോ പറയാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്